ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിലുണ്ട്. സുഹൃത്തായി കടന്നുകൂടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒരു രാത്രി മുഴുവൻ ക്രൂരമായ മർദ്ദനത്തിനിരയായാണ് ചോറ്റാനിക്കരയിലെ ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. ആ ഒരു പകലും രാത്രിയും വേദനയോടുകൂടി ആ മുറിക്കകത്ത് കഴിയേണ്ടി വരുന്നു. വൈകുന്നേരം ഒരു ബന്ധു എത്തുന്നത് വരെ എന്നതാണ്. അനൂപ് ആ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നത് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുറിപ്പാടുകളിൽ നിന്ന് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അത് ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അത് ജനുവരി 26-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചോറ്റാനിക്കരയിൽ അതിജീവിതയായ പെൺകുട്ടി 19 വയസ്സ് മാത്രമാണ് അവളുടെ പ്രായം. 19-കാരിയാണ്. ഇങ്ങനെ ആൺസുഹൃത്തിൻ്റെ ക്രൂര പീഡനത്തെ തുടർന്ന് ഒടുവിൽ മരണത്തിലേക്ക് പോയ സാഹചര്യം ഉണ്ടായത്. ഈ ജനുവരി 26-ന് ഈ ആൺസുഹൃത്ത് ഈ കുട്ടിയുടെ വീട്ടിലെത്തുന്നു. മറ്റ് സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെ ചൊല്ലി അക്കാര്യം പറഞ്ഞ് ഈ വാക്ക് തർക്കമുണ്ടാകുന്നു. പിന്നീട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. ഇങ്ങനെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം ഈ പെൺകുട്ടി തന്നെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുകയും അങ്ങനെ ഷാളിൽ കെട്ടി തൂങ്ങുകയുമായിരുന്നു. മരണവിപ്രാളം കണ്ട് ഈ പ്രതിയായ അനൂപ് ആ ഷാള് മുറിച്ചിടുകയാണ്. അങ്ങനെ താഴേക്ക് വീഴുന്നു. താഴേക്ക് വീണപ്പോൾ ഈ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവരുടെ മുഖം പൊത്തുകയാണ്. ഇതേ തുടർന്ന് ഈ കുട്ടി അബോധാവസ്ഥയിലാകുന്നു. പിന്നീട് ഈ കുട്ടി മരിച്ചു എന്ന് കരുതിയാണ് അനൂപ് അവിടെ നിന്ന് പോകുന്നത്. 4 മണിക്കൂറോളം ആ അവസ്ഥയിൽ കിടന്നു. പിന്നീട് ബന്ധു വന്ന് നോക്കിയപ്പോഴാണ് ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് ആശുപത്രിയിലാക്കുകയും 4-5 ദിവസം ഈ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. പിന്നീട് 6-ാം ദിവസം അതിജീവിതയൊടുവിൽ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ അനൂപിനെതിരെ ശക്തമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരുന്നില്ല. പിന്നീടാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അനൂപിനെതിരെ ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ഒക്കെ ചുമത്തി. ഈ കുറ്റപത്രത്തിലും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 120 പേജോളം ഉള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര കോടതിയിൽ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 100ഓളം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട തെളിവുകളായി കാണുന്നത് ഈ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, പിന്നീട് ഷോൾ, ഇവയൊക്കെ പ്രധാനപ്പെട്ട തെളിവുകളായി കാണുന്നുണ്ട്. ഇത് കൂടാതെ ഈ സംഭവ ദിവസം ഈ പ്രതി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി തന്നെ അന്വേഷണ സംഘം കാണുന്നു. ഇത്തരത്തിൽ ശക്തമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി അനൂപിനെതിരെ, ഇയാൾ കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശിയാണ്, അനൂപിനെതിരെ ഈ കുറ്റങ്ങളൊക്കെ ചുമത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വളരെ വേഗം തന്നെയാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി വിചാരണയടക്കമുള്ള നടപടികളിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോവുക. അതെ ഉമേഷ്, ഈ പെൺകുട്ടി മർദ്ദനത്തിന് ശേഷം ഇനി ജീവിച്ചിരിക്കുന്നില്ല, മരിക്കുമെന്ന് പറഞ്ഞ് ഷോൾ കഴുത്തിൽ കുരുക്കി മരിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അനൂപ് അവിടെ നിന്ന് പോയി എന്നതാണ്. കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നത്. പക്ഷേ അനൂപ് ചെയ്ത കുറ്റകൃത്യം അതിനേക്കാൾ ആഴമുള്ളതാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച, മരണത്തിലേക്ക് നയിച്ച സംഗതിയാണ്. എങ്കിലും നരഹത്യ എന്നതിലേക്കാണ്, കുറ്റകരമായ നരഹത്യ എന്ന നിലയ്ക്കാണ് കേസ് ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. അതെ, അനൂപ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ മൃതപ്രായമാക്കുകയാണ് ഉണ്ടായത്. അനൂപിൻ്റെ ഈ ക്രൂരമായ മർദ്ദനവും ഇത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സാങ്കേതികമായി ഒരുപക്ഷെ ഈ ഷാളിൽ കെട്ടി തൂങ്ങിയപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ താഴേക്ക് വീണപ്പോഴായിരിക്കാം ബോധം പോയത്. അതുകൊണ്ട് നേരിട്ട് കൊലക്കുറ്റം എന്നുള്ള നിലയിലല്ല പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കുറ്റകരമായ നരഹത്യ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. അതിന് ഈ കുറ്റകരമായ നരഹത്യ ചുമത്താൻ പര്യാപ്തമായ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ആ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതും ആ സാഹചര്യത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതായിരുന്നു പുറത്തു വന്ന മൊഴി. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഈ അനൂപിനെതിരെ ഉണ്ടായത്. പക്ഷേ പിന്നീടാണ് മരണത്തിലേക്ക് നയിച്ചു, ഇത്രയും ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പോലീസിന് ബോധ്യപ്പെടുകയും അത് ചോദ്യം ചെയ്യലിൽ പ്രതി തന്നെ സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് കുറ്റകരമായ നരഹത്യ എന്ന വകുപ്പ് തന്നെ പോലീസ് ചുമത്തിയതും ആ പശ്ചാത്തലത്തിലാണ്. ഈ വകുപ്പുകൾ പ്രകാരം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.
ഇനി പ്രതിയോട് കോടതിയിൽ പ്രതിക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വരും. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക, അതിനുശേഷം വിചാരണയ്ക്കുള്ള തീയതി നിശ്ചയിക്കുക. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ശരി ഉമേഷ്, വളരെ വേദനയോടുകൂടി കേരളം കേട്ട ഒരു സംഭവമായിരുന്നു. ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എത്രയധികം പീഡനങ്ങൾ, മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എന്നതായിരുന്നു.